കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത കേട്ടതാണ്. റോഡിലൂടെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അടിപിടി കൂടി അവസാനം ഒരാൾ മരിച്ചു പോയൊരു വാർത്ത. എത്ര മാന്യമായ മനുഷ്യനെടുത്താലും വണ്ടിയിലെത്തിയാൽ ഒരു ക്ഷമ ഉണ്ടാവില്ല. അടുത്തൊരു വണ്ടി കുറച്ചൊന്ന് സ്പീഡ് ഒന്ന് കുറച്ചാണ്ട് കൂടിക്കഴിഞ്ഞാൽ എപ്പുറത്തൂടി എന്തെങ്കിലും ഒന്ന് ചളി തെറിച്ചാൽ അങ്ങോട്ട് ദേഷ്യം പൊട്ടിപ്പുറപ്പെടും. ചിലവരൊക്കെ വണ്ടി അവിടെ നിർത്തി അടിച്ച് ചാമ്പിയിട്ടാണ് പോവുക. നമ്മൾ വിചാരിക്കും ഇത് ഓരോ വ്യക്തിയുടെ പ്രശ്നമാണ്. ഇത് റോഡ് റേജ് എന്നറിയുന്നൊരു മാനസിക പ്രശ്നമാണ്. ഒരുപാട് പേർക്കുള്ളതാണ്. പലർക്കും മരണങ്ങളൊക്കെ സംഭവിച്ചിട്ടുമുണ്ട്. റോഡ് റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വാഹനങ്ങളൊക്കെ ഓടിക്കുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുമ്പം പിടിച്ചു നിർത്താൻ പറ്റാത്ത ദേഷ്യം ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അത് ചിലപ്പം അത് കിട്ടുന്ന ആൾക്ക് അക്രമമായിട്ട് മാറുകയും അങ്ങനെ എന്താക്കും മരണം വരെ സംഭവിക്കുകയും സാധ്യതയുള്ള ഒരു പ്രശ്നം. പലപ്പോഴും ഇതുപോലുള്ള ദേഷ്യത്തിൻ്റെ ഒരു സെക്കൻഡ് മതി അവരുടെ ജീവിതകാലം മുഴുവനും കുളമാക്കാൻ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, റോഡ് റേജിലൂടെ ഇപ്പോൾ ഒരാൾ മരിച്ചു. ആ മരിച്ച ആൾ ജീവിതം അവസാനിച്ചു. ഈ റോഡ് റേജ് ഉണ്ടായ വ്യക്തിയുടെ അയാളെ ജീവിതവും കഴിഞ്ഞു. ഇനി ജയിലിൽ അഴിയെണ്ണി നിൽക്കണം, അല്ലെങ്കിൽ ഈ ഒരു കേസിൻ്റെ പുറകെ പോയ ആളെ ജീവിതം കഴിഞ്ഞു. ആ ജീവിതം അതിലൂടെ അസ്തമിച്ചു. ഇതാണ് ഒരു റേജ് നമ്മൾ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ, ദേഷ്യം നമ്മൾ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത്. ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ക്ഷമ കൈവരിക്കല്ലാതെ ഒരു സൊല്യൂഷൻ നമുക്ക് മുമ്പിലില്ല. ഇത് ഇപ്പം ഞാൻ ദേഷ്യം പിടിച്ചാൽ ഉണ്ടാകുന്ന കോൺസിക്വൻസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഇതിൻ്റെ അനന്തര ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. മറ്റൊരു പെർസ്പെക്റ്റീവിലൂടെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഒരാൾ നമ്മൾ വണ്ടി ഓടിച്ചെടുക്കുമ്പോൾ ഒരാൾ വളരെ സ്പീഡിൽ നമ്മൾ ക്രോസ് ചെയ്ത് പോവാം. നമുക്ക് ദേഷ്യം വരികയെന്ന് വിചാരിക്കുക. നമ്മൾ വിചാരിക്കുക ആ വ്യക്തിക്ക് ആരോ ഒന്ന് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണ്, അവർക്ക് ധൃതി പോകുന്ന സമയത്ത് ഇതൊന്നും മൈൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് ചിന്തിച്ചാൽ എന്തായിരിക്കും? ഈ ഒരു രീതിയിൽ മറ്റൊരു പെർസ്പെക്റ്റീവിലൂടെ ചിന്തിച്ചിട്ട് നമുക്ക് ദേഷ്യം വരും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അപ്പം നമ്മൾ സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യുക. നമ്മുടെ ദയയും കാരുണ്യവും പ്രവർത്തിപ്പിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യുക. ഓക്കെ.